ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. സോ തമ്മിൽ കണ്ട പോലെ തന്നെ ഇന്നത്തെ വിശേഷങ്ങളായിട്ടാണ് ഇന്നത്തെ വീഡിയോ. രാവിലെ തന്നെ ഉള്ള മൂഡ് പോയി എന്ന് തന്നെ പറയാം. നല്ലൊരു ദിവസമായിട്ട് ഈ ഒരു സാധനമാണല്ലോ എന്ന് ആലോചിച്ചപ്പം എന്തുപോലെ ആയിട്ടോ. ഇത് നമ്മളെ വീട്ടിലുള്ള പൂച്ചാണ്. ഇന്ന് രാവിലെ ഡോറ് തുറന്ന് നോക്കുന്ന ടൈമിൽ കണ്ട കായ്ച്ചതാണ്. ആ ദിവസം അങ്ങോട്ട് പോയി കിട്ടാറില്ല. അങ്ങനെ ഒരു കാര്യമായിപ്പോയി. എന്താ പറയേണ്ടതെന്ന് അങ്ങോട്ട് മനസ്സിലാവണില്ല. എല്ലാ ദിവസവും ഇത്രയും ദിവസമായിട്ടും ഓൻ നമ്മളെ ഉള്ളിൽ തന്നെയാണോ കിടത്തിയിട്ടുണ്ടായിരുന്നത്. കിച്ചണിലേനോ ഓനെ കിടത്തൽ. ഇപ്പോൾ ഒരു 2-3 days ആയിട്ടുള്ളൂ ഓനെ പുറത്തൊക്കെ അങ്ങോട്ട് കിടത്താൻ തുടങ്ങിയിട്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ആൾ കിച്ചണിൽ ഫുൾ യൂറിൻ പാസ് ചെയ്യുക, മോഷൻ പാസ് ചെയ്യുക, എല്ലാം കാരണം കൊണ്ട് എന്താക്കിയതാണ്, പുറത്ത് കിടന്നോട്ടെ എന്നുള്ള ലെവലിലേക്ക് ഇട്ടതാണ്. പക്ഷേ ഇന്ന് രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ ആളിങ്ങനെ മരിച്ച് കിടക്കണ, എന്തോ കടിക്കുക എന്തോ ചെയ്തിട്ടുണ്ട്. കാണുമ്പോൾ അത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. വീട്ടിൽ പെറ്റ്സ് ഉള്ളവർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുമോ ആ ഒരു ഇതെന്താണ് എന്നുള്ളത്. ഞാനിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈമിലാണെന്നുണ്ടെങ്കിലോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല ആ ഒരാൾ നമ്മളെ കൂടെ ഇല്ല എന്നുള്ള. കാരണം എല്ലാ ദിവസവും എന്തെങ്കിലും ആ ഒരു പെർട്ടിക്കുലർ ടൈം ആവുന്ന സമയത്ത് ആൾ കൊലായിൽ വന്നിരിക്കുക, അങ്ങനത്തെ പല കാര്യങ്ങളും ഉള്ളതാണ്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, അക്സെപ്റ്റ് ചെയ്തല്ലേ പറ്റൂ. പിന്നെ നാളെ നോമ്പായതുകൊണ്ട് തന്നെ അല്ലറ ചില്ലറ തുടക്കൽ മുട്ടൽ കാര്യങ്ങളൊക്കെ ഉള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ആ പണികൾ എടുത്തുകൊണ്ട് നിൽക്കുമ്പം അപ്പോഴാണ് ഞാൻ വിചാരിച്ചാൽ വൈ നോട്ട് എന്നാൽ പിന്നെ ഇന്നൊരു വ്ളോഗായിട്ട് തന്നെ അപ്ലോഡാക്കി ഇടാം എന്നുള്ള കാര്യം. സോ നിങ്ങളെ വീട്ടിലും ഇങ്ങനത്തെ നഞ്ചുള്ളിപ്പലി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ ഇല്ലേ എന്നുള്ളതൊക്കെ പറയാം. എൻ്റെ വീട്ടിൽ ഇതിപ്പോൾ ഒരു 3ാമത്തെ ട്രിപ്പോ 2ാമത്തെ ട്രിപ്പോ ആണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം ഇവിടെ എത്ര വൃത്തിയാക്കിയിട്ടിട്ടും കാര്യമില്ല. കാരണം റോഡിൻ്റെ വക്കിൽ തന്നെ വീടായതുകൊണ്ട് മോസ്റ്റ് പ്രോബബിളി എല്ലാ ദിവസവും പൊടി പാറൽ തന്നെയാണ്. സോ വൃത്തിയാക്കണതുകൊണ്ട് വലിയ ഗുണമുണ്ടോയെന്ന് വെച്ചാൽ ഇല്ല. അതിപ്പോൾ ഞാൻ രാവിലെ ഉച്ചയ്ക്ക് ഇപ്പോൾ തുടച്ചിട്ടെന്ന് വെച്ചാൽ വൈകുന്നേരം ആകുമ്പോഴത്തേന് ഇവിടെ പൊടി നിറയും. അതുകൊണ്ട് പിന്നെ വൃത്തിയാക്കണതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ വൃത്തിയാക്കാം അത്ര തന്നെ, അല്ലാതെ ഇപ്പം എന്താ പറയാനല്ലേ. ഓക്കെ, അങ്ങനെ എത്ര വൃത്തിയാക്കിയാലും പിന്നെ വൃത്തിയാവാത്ത എത്ര വൃത്തിയാക്കിയാലും ഒരു 2 ഇഞ്ച് ആകുമ്പോഴത്തേന് ഇവിടെ അവിടെ കലങ്കോലാവണ ഒരു സ്ഥലം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കിച്ചണേക്കില്ല. ഈ ഭാഗത്ത് വെച്ച് തയ്ക്കില്ല, ആ ഭാഗത്ത് വെക്കാം. ഇവിടെ ഒരു 1.5 പാടുപെടൽ ഞാൻ വീഡിയോ കാണുമ്പോൾ എന്താ രസമല്ലേ, എത്ര പെട്ടെന്ന് ആ പണികളൊക്കെ കഴിഞ്ഞു. പക്ഷെ എനിക്കല്ലേ അറിയോ ഞാനത് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് എടുത്തത് എന്നുള്ളത്. ഞാനത് സ്പീഡാക്കി ഇങ്ങനെ കിട്ടത് അങ്ങക്ക് ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു ചട്ടിപ്പത്തിരിക്ക് ഓർഡറൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ കൊടുത്ത് പാക്കൊക്കെ ചെയ്തു മാറ്റി വെച്ചു. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്. സോ വിഷിംഗ് യു എ വെരി ഹാപ്പി റമദാൻ കരീം. അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ.